പശ്ചിമേഷ്യൻ സംഘർഷം മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചപ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല, ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പിന്നിൽ ഇറാന്റെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ അതുണ്ടോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. കാരണം പുറത്തു വരുന്ന സമീപകാലങ്ങളിലായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. കാരണം മറ്റ് രാജ്യങ്ങൾ ഇന്ധനക്ഷാമം നേരിടുമ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാകട്ടെ ഈ ഒരു യുദ്ധത്തിൽ തുടങ്ങി, അതായത് ഫെബ്രുവരി 28-ന് തുടങ്ങിയ ഈ ഒരു യുദ്ധം അത് ഇന്ന് ഈ ഒരു ദിവസം 26 ദിവസം എത്തി നിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ 4 ഇരട്ടിയായി തന്നെ കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഉയർന്ന പ്രതിസന്ധികൾക്കിടയിൽ പോലും എണ്ണ വിൽപ്പനയുടെ ആ ഒരു ഇറാന്റെ അവരുടെ പ്രതിദിന വരുമാനം, അതായത് $139 ദശലക്ഷം, ഏകദേശം 1160 കോടി രൂപയിലധികം വരുമാനം നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നത്. ഫെബ്രുവരി അവസാനം യുദ്ധം ആരംഭിച്ചതു മുതൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചതും ഇറാന്റെ ക്രൂഡ് ഓയിലിന് ആവശ്യക്കാർ ഏറിയതുമാണ് വരുമാനം ഉയരാൻ കൂടുതലായി തന്നെ കാരണമായിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ $115 ദശലക്ഷം ആയിരുന്ന ഇറാന്റെ പ്രതിദിന ശരാശരി വരുമാനം മാർച്ച് ആയപ്പോഴേക്കും $139 ദശലക്ഷം എത്തുകയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ അവിടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതായാണ് ഇറാന്റെ ഈ ഒരു നീക്കം, ഈ ഒരു വലിയൊരു നീക്കം അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായതായി തന്നെ പറയപ്പെടുന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന ഏക പ്രധാന രാജ്യം ഇറാനാണ് എന്നും അവരുടെ വിപണി മൂല്യം വർദ്ധിച്ചുവെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ മറ്റ് എണ്ണ ഉൽപാദക രാജ്യങ്ങളെ ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയവർക്ക് ഉൽപാദനം അത് കുറയ്ക്കേണ്ടി വന്നപ്പോൾ ഇറാൻ തങ്ങളുടെ കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തിട്ടില്ല. യുദ്ധത്തിന് മുൻപത്തെ പ്രതിദിന ഉൽപാദനമായ 1.6 ദശലക്ഷം ബാരലിൽ നിന്ന് ഇറാൻ ഇത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് എലിഡിൽ അവിടെ നിന്നുകൊണ്ട് കപ്പൽ നീക്കം സജീവമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും ചൈനയിലേക്കാണ് ഇറാൻ വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. എണ്ണ വിൽപ്പനയ്ക്ക് പുറമെ തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന ചില വാണിജ്യ കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ഫീസായി $2 ദശലക്ഷം വരെ ഇറാൻ ഈടാക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള സൈനിക സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും എണ്ണയിലൂടെ തന്നെ ലഭിക്കുന്ന ഈ വൻ വരുമാനം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. വെറുമൊരു നാവിക പാത എന്നതിലുപരി തന്നെ അവിടെ ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനുള്ള ഒരു ടോൾ ബൂത്തായി ഇറാൻ ഈ ഒരു പ്രദേശത്തെ മാറ്റിയിരിക്കുകയും ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് തുടങ്ങി ഇസ്രായേൽ US യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ ഇന്ന് ഓരോ രാജ്യത്തെയും അവിടുത്തെ സാധാരണക്കാരന്റെ അടുക്കളയിൽ പോലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പതിറ്റാണ്ടുകൾക്കായി തന്നെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ ഒരു കുലുക്കവുമില്ലാതെ തന്നെ ഇറാൻ ആകട്ടെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ അവിടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. എണ്ണവില ബാരലിൽ നിന്ന് $100 കടന്നതോടുകൂടി ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന ഭീതി പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പോലും ഒരു ചാഞ്ചാട്ടം പോലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന ഒരു നഗ്നമായ സത്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.